മനുഷ്യനാ? 3 വർഷമായി സൈസ് അറിയാൻ പാടില്ല. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഞാനെല്ലാം കേൾക്കുന്നുണ്ട്. എന്റെ ചെവിക്ക് ഒരു കുഴപ്പമില്ല. ആ, തന്റെ ചെവിക്കേ പ്രശ്നമില്ലാത്തുള്ളൂ, ബാക്കി സാധനങ്ങൾക്കൊക്കെ പ്രശ്നം. നീ പറഞ്ഞേ, ഇപ്പൊ എന്താ പ്രശ്നം? ഇതെന്തോന്നാ ഇത്? രാവിലെ തന്നെ ഇതൊക്കെ കാണിച്ച് എന്റെ മൂഡ് മാറ്റല്ലേ മോളെ. ആ മൂട് വെട്ടി കുഴിച്ചിടാൻ നോക്ക്. ഇത് ആരുടെ അളവിൽ തയ്ച്ചതാ? എന്റെയാണോ ജൂലിയുടെ ആണോ? എന്താ എടുത്ത് എനിക്കെന്താ കൊണ്ടുവന്നേ? ഞാൻ വന്ന സമയം തെറ്റിപ്പോയല്ലേ. സോറി. നിങ്ങൾക്ക് ഇതൊക്കെ വാതിൽ കുറ്റിയിട്ടുണ്ട് ചെയ്തൂടെ? ഞാൻ പോണു. 1000 തവണ പറഞ്ഞതാ ഏതെങ്കിലും നല്ല ടൈലറിനെ കൊണ്ട് തയ്പ്പിച്ചാ മതിയെന്ന്. പക്ഷെ പറ്റില്ലല്ലോ, നിങ്ങൾക്ക് റെഡിമെയ്ഡ് മേടിക്കണം. ഇനി ഞാൻ ആ പാർട്ടിക്ക് എന്തിട്ടോണ്ട് പോവും? ആകെപ്പാടെ ഇവിടെ 4 ടൈലേഴ്സാ ഉള്ളത്, അതും ആണുങ്ങള്. ആണുങ്ങളാണെങ്കിൽ എന്താ, അവര് കടിച്ചു തിന്നുവോ? അതോ എന്നെ ഒന്ന് തൊടുമ്പോഴേക്കും ഞാൻ അങ്ങ് ഇല്ലാണ്ടായി പോവോ? ഇനിയിപ്പോ ഈ ഷോർട്ട് പീരീഡിൽ ആരും ബ്ലൗസ് തയ്ച്ചു തരാൻ പോകുന്നില്ല. ഒരു കാര്യം ചെയ്യും, എന്നെ നിങ്ങളൊന്ന് ആ ടൈലറിന്റെ അടുത്ത് കൊണ്ടുപോ, ഞാൻ തയ്പ്പിച്ച് മേടിച്ചോളാം. എങ്കി വാ, ഞാൻ കൊണ്ടുവന്നാക്കാം. പക്ഷെ തിരിച്ചു നീ ഒറ്റയ്ക്ക് പോന്നോളാം. ആ, ഞാൻ വന്നോളാം. ശരി. ആ ചേട്ടാ. നമസ്കാരം ചേച്ചി. ആഹാ, നമസ്കാരം. അതെ ചേട്ടാ, എന്റെ ഈ ബ്ലൗസ് ഇതൊന്ന് സൈസിന് അടിച്ചു തരുമോ പ്ലീസ്? പെട്ടെന്ന് വേണ്ടാണോ? ആ, കുറച്ച് അർജന്റാ. അയ്യോ, എനിക്ക് നടക്കില്ല. അയ്യോ, അല്ലേട്ടാ, ഈ കടയിൽ ഫാൻ ഒന്നുമില്ലേ? അതൊന്നുമില്ല ചേച്ചി. ചേട്ടാ, അതെ, ഒന്ന് നോക്ക്. എന്തെങ്കിലും ഒന്ന് ചെയ്തു തരാൻ പറ്റെങ്കിൽ ഒന്ന് ചെയ്താ ചേട്ടാ, പ്ലീസ്. ചേച്ചി, അതിപ്പോ ഇങ്ങനെ നിർബന്ധിക്കുകയാണെങ്കിൽ പിന്നെ എന്തെങ്കിലും ചെയ്തല്ലേ പറ്റൂ. എങ്കിൽ പിന്നെ ചേച്ചി അകത്തോട്ട് ചെല്ലേ, ഫിറ്റിംഗ് ഇപ്പൊ തന്നെ ചെയ്തേക്കാം. അകത്തോ? ചേച്ചി പേടിക്കട്ടെന്നേ, ഞാൻ പ്രൊഫഷണൽ ടൈലറാ. ശരി. ശരി ചേച്ചി, ഓക്കോ. ഇത് തന്നെയല്ലേ? ശരി, ഓക്കെ ചേച്ചി. നടക്ക. മാറ്റിക്കോ. എന്ത്? സാരി മാറ്റണ്ടേ ചേച്ചി? മാറ്റിക്കോ. അത് പിന്നെ ഡോക്ടറിന്റെ മുന്നിലും തയ്യൽക്കാരന്റെ മുന്നിലും നാണിക്കേണ്ട കാര്യമില്ലല്ലോ. ചേച്ചി ഇത്രയ്ക്ക് സുന്ദരിയല്ലേ, ഫിറ്റിംഗ് എങ്ങാനും മോശമായി കഴിഞ്ഞാൽ എന്റെ കഷ്ടപ്പാട് വെറുതെ ആവത്തില്ലേ? അല്ലേട്ടാ, നല്ലോണം സംസാരിക്കാനൊക്കെ അറിയാലോ. വേഗാവട്ടെ. ഇത് തയ്ക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ചേച്ചി. പക്ഷെ ഭാഗ്യമുള്ളത് കൊണ്ട് എന്റെ കയ്യില് ഇതേ കളറിന്റെ വേറെ ബ്ലൗസ് ഉണ്ട്. അത് ഞാൻ വേണമെങ്കിൽ ചേച്ചിക്ക് തരാം. ഒരു മിനിറ്റ്. ഇത് നോക്കിയേ, കറക്റ്റ് ആയിരിക്കും. പക്ഷേ ഇതിന്റെ ആൾക്ക് എന്ത് കൊടുക്കും? അത് ഞാൻ നോക്കിക്കൊള്ളാം ചേച്ചി, ചേച്ചി ടെൻഷൻ അടിക്കണ്ട. പിന്നെ ഗുലാബ് ജാം തിന്നുമ്പോഴേ ഇതിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഞാൻ നോക്കിക്കോളാം. താങ്ക് യു ചേട്ടാ. ഇതിട്ട് നോക്ക്, ഫിറ്റിംഗ് നോക്കണ്ടേ? എവിടെയെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്കത് അടിക്കാം. ചേട്ടൻ ചെല്ല്, ഞാൻ ട്രൈ ചെയ്ത് നോക്കിക്കോളാം. അത് ഇപ്പൊ ഞാൻ പോയാലും ചേച്ചി എന്തായാലും എന്നെ വിളിക്കേണ്ടി വരും. വേണ്ട, ചേട്ടൻ പൊയ്ക്കോ. ശരി, ഞാൻ പോയേക്കാം. ഇത് ടൈറ്റ് ആണല്ലോ. അതെ ചേട്ടാ,
ആ ചേച്ചി ഒന്നിങ്ങോട്ട് വരാവോ? ഈ കെട്ടൊന്ന് അഴിച്ചു തരാവോ? ശരി ഏട്ടാ, ചേട്ടൻ ചെന്നോ. ഞാൻ പോവാം, പക്ഷെ ചേച്ചി ഇപ്പൊ തന്നെ എന്നെ വിളിക്കും. പപ്പു ചേട്ടാ, ആ ചേച്ചി ഒന്നുകൂടെ വരാമോ? ചേട്ടാ, ഇതൊന്ന് കെട്ടിത്തരൂ. ആ ചേച്ചി നോക്കട്ടെ. ചേട്ടൻ എന്തായി കാണിക്കുന്നേ? ഇതിന്റെ ഫിറ്റിംഗ് നോക്കട്ടെ ചേച്ചി. എങ്ങനെയുണ്ട്? ഇടിവെട്ടായിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പറയട്ടെ ചേച്ചി, ഈ സാരി ഇതിന് ഇത്രയും പൊക്കി കുത്തുന്നേ കറക്റ്റ് ആയിട്ട് എവിടെ കുത്തണമെന്ന് കാണിച്ചു തരാം. ഇതിന്റെ കറക്റ്റ് സ്ഥലം ദേ ഇവിടെയാ. ഇതാണ് ഏറ്റവും ഭംഗി. എന്നിട്ട് ഇതങ്ങ് മൂടിക്കളയും. അല്ല, ഞാൻ ചേച്ചിക്ക് വേണ്ടിയിട്ട് ഇത്രയും സഹായം ചെയ്തതല്ലേ, അപ്പൊ ചേച്ചി പകരം എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യേണ്ടതല്ലേ? എന്ത് ചെയ്യണം? പെർമിഷൻ വേണം ഒരു പ്രാവശ്യം ഉമ്മ വയ്ക്കാനായിട്ട്. ഒരു പ്രാവശ്യം കൊണ്ട് തനിക്ക് മതിയാവോ? മതിയാവത്തൊന്നുമില്ല, പക്ഷെ ചേച്ചി പറയുകയാണെങ്കിൽ. ശരി, എന്താന്ന് വെച്ചാ പെട്ടെന്ന് ചെയ്യേ. എനിക്ക് പാർട്ടിക്ക് പോകാനുള്ളതാ. പപ്പു ചേട്ടാ, എന്താന്ന്? അത് നിങ്ങളിത് കണ്ടോ? തൽക്കാലത്തേക്ക് പാർട്ടിക്ക് പോവാൻ ആ പപ്പു ടൈലർ വേറൊരു പെണ്ണിന്റെ ബ്ലൗസാ എടുത്തു തന്നത്. ഇതിന്റെ ചരട് ഒന്ന് കെട്ടിത്തരാമോ? ഇതൊക്കെ ജൂലിനെ കൊണ്ട് ചെയ്യിച്ച പോരായിരുന്നു. ഈ ചെറിയ കാര്യങ്ങൾക്കൊക്കെ എന്തിനാ എന്നെ ബുദ്ധിമുട്ടിക്കുന്നത്? എങ്ങനെയുണ്ട്? നിനക്ക് എന്തൊക്കെയോ മാറ്റമുണ്ടല്ലോ. എന്ത് മാറ്റം ഉണ്ടെന്ന്? പാർലറിൽ നീ എത്ര രൂപ പൊട്ടിച്ചു? നിങ്ങൾക്ക് പൈസയുടെ ചിന്തയല്ലേ ഉള്ളൂ. പൈസയുടെ കൂടെ തന്നെ കിടന്ന് ഉറങ്ങിക്കോ. ഓഹോ, എന്റെ പ്രൊമോഷൻ ഒന്ന് കഴിയട്ടെ, പിന്നെ നീ പാർലറിൽ ഡെയിലി വേണമെങ്കിൽ പൊക്കോ. നമുക്ക് കാണാലോ. ഞാനൊരു കാര്യം പറയട്ടെ, നിന്നെ ഇപ്പൊ കാണാൻ നല്ല ഭംഗിയുണ്ട്. നമുക്കൊന്ന് നോക്കിയാലോ? നിങ്ങളുടെ 2 മിനിറ്റിന് വേണ്ടിട്ട് എന്റെ 2 മണിക്കൂർ കളയാൻ എനിക്ക് പറ്റില്ല. പ്ലീസ് ഒന്ന് സമ്മതിക്ക്. എന്റെ സാരിയൊക്കെ ചീത്തയാവുന്നേ. സാരി ചീത്തയാവുന്നു? ചീത്തയായി പോകുന്നില്ല, രണ്ടാമതൊന്നും ഉടുത്താ പോരെ? പ്ലീസ് പ്ലീസ്.
നിങ്ങക്ക് നിങ്ങളുടെ കാര്യം മാത്രം മതിയല്ലോ. മോളെ നീ അത്ര ഹോട്ടല്ലേ, എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണ്ടേ? താനെന്താ ഇവിടെ? അത് ചേച്ചിയുടെ ബ്ലൗസ് തച്ച് കഴിഞ്ഞായിരുന്നു കേട്ടോ. അപ്പൊ കൊണ്ടുവന്ന് തന്നേക്കാന്ന് വിചാരിച്ചു. ജൂലി കോളേജിൽ നിന്നെത്താൻ ഇനിയും സമയമെടുക്കും. എന്താ ചേച്ചി, എന്തായി ആലോചിച്ചതിക്കണേ? ഏയ് ഒന്നുമില്ല. അത് ഞാൻ ആലോചിച്ച എന്താന്ന് വെച്ചാ ഈ ബ്ലൗസ് ഒന്ന് ഇട്ട് നോക്കിയാലോ എന്നാ. ഫിറ്റിംഗ് കറക്റ്റ് അല്ലെങ്കിൽ ഇപ്പൊ തന്നെ കൈ തന്ന് വിട്ടാ പോരെ. ഇതാ പിടിച്ചോ, ആ, ഇട്ട് നോക്ക്. നിങ്ങൾ വന്നിരിക്കേ, ഞാൻ ഇട്ട് നോക്കിട്ട് വരാം. ആ, പപ്പു ചേട്ടാ, ഈ ബ്ലൗസ് ഓക്കെയാണ്, പക്ഷേ ഇതിന്റെ സ്ലീവ്സ് കുറച്ച് ലൂസാണ്. ആ, അല്ല ചേച്ചി, ഞാൻ നോക്കട്ടെ. ആ, കണ്ടില്ലെങ്കിൽ പിന്നെ ഇതെങ്ങനെ ശരിയാക്കും? ആ, അല്ല അത് ഞാൻ ടേപ്പ് എടുത്തില്ലല്ലോ. ഞാൻ പിടിച്ചു നോക്കട്ടെ എന്തെങ്കിലും ലൂസ് ഉണ്ടോ എന്ന്. ചേട്ടന് എന്താ തോന്നുന്നെന്ന് വെച്ചാ അങ്ങനെ ചെയ്തോ. ശരി. ആ, ചെറിയൊരു ലൂസ് ഉണ്ടല്ലേ. ആ, ഒരു കാര്യം ചെയ്യ് ചേച്ചി, ഇത് ഊരി തന്നേക്ക്, ഞാനത് റെഡിയാക്കിയിട്ട് കൊണ്ടുവരാം. ചേട്ടൻ തന്നെ ഊരിക്കൂ. വീട്ടില് ഗസ്റ്റ് ആരോ വന്നിട്ടുണ്ടെന്ന് തോന്നണല്ലോ. ജൂലി ഇതെന്താ മെസ്സേജ് അയച്ചേക്കുന്നേ? ജൂലി, ജൂലി, ജൂലി ഇങ്ങോട്ട് വന്നേ. നീ എന്തേ കാണിച്ചേക്കുന്നേ? ചേട്ടത്തി കൊള്ളാലോ. ചേട്ടന്റെ കിടക്കയില് വേറൊരുത്തനെ കയറ്റി കിടത്തിയതും പോരാ, എന്നിട്ടിപ്പോ ഞാൻ ചെയ്തതിനാണോ കുറ്റം? ജൂലി, ഇതൊക്കെ ചെയ്തോണ്ട് നിനക്ക് എന്താ കിട്ടാൻ പോന്നേ? അതല്ല, ഈ വീഡിയോ എങ്ങാനും ചേട്ടൻ കണ്ടാ. ജൂലി, പിന്നെ നമ്മള് നാത്തൂമാരെ പോലെ അല്ലാണ്ട് ചേച്ചി അനിയത്തിയും പോലെയല്ലേ. നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം. എന്ത് പറ്റി ചേച്ചി?
ഇപ്പൊ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ, മതിയായിട്ടില്ലേ? ഞാൻ ഒന്നുകൂടി വരണോ? നിന്റെ വരവ് കാരണം ഞാനിപ്പോ പെട്ടിരിക്കുക. എന്തോറ്റി? ചേട്ടൻ കൂടുതൽ ആവേശം കാണിച്ചോ? അങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ല, അങ്ങനെ ഉണ്ടാവുകയില്ല. പക്ഷേ നീ കുറച്ചും കൂടി ബുദ്ധിമുട്ടേണ്ടി വരും. കുറച്ചുകൂടി ബുദ്ധിമുട്ടണോ? എന്നുവച്ചാ? നാളെ ഉച്ച കഴിഞ്ഞ് വീട്ടിലേക്ക് വാ, നിനക്കൊരു അടിപൊളി സർപ്രൈസ് ഉണ്ട്. ആ പിന്നെ വരുമ്പോ മീറ്റർ എടുക്കാൻ മറക്കല്ലേ. ആ ഓക്കെ. വാ കേറ്. ഞാനിവിടെ നിങ്ങളെ നോക്കിയിരിക്കുമായിരുന്നു. ആ ചേച്ചിയോടെ പോയി കാണുന്നില്ലല്ലോ. അതിപ്പോ ഏട്ടത്തി ഇങ്ങോട്ട് വന്നോളും. അതിനു മുമ്പ് നിങ്ങൾ വന്ന കാര്യം നമുക്കങ്ങ് നടത്തിയാലോ? എന്ത്? അത് പോട്ടെ, നിങ്ങൾക്ക് കുടിക്കാൻ എന്താ വേണ്ടെന്ന് ആദ്യം പറ. ആ നാണിക്കാതെ ചുമ്മാ പറയുന്നേ, എന്താ വേണ്ടേന്ന്. അതിപ്പോ എന്ത് തന്നാലും ഞാൻ സന്തോഷത്തോടെ കുടിച്ചോളാം. എന്നാ ശരി, ഞാൻ ഏട്ടത്തിയോട് പറഞ്ഞേക്കാം നിങ്ങൾക്കൊരു ചായ ഇട്ട് തരാൻ. ആ ശരി. അപ്പോഴേക്കും നമുക്ക് രണ്ടുപേർക്ക് റൂമിലേക്ക് ഒന്ന് പോയാലോ? അല്ല, എന്റെ അളവെടുക്കണ്ടേ? ആ ശരി എന്നാ. ശരി. ആ. പയ്യെ. എന്തോറ്റി? ഇത് കൊള്ളുന്നുണ്ട്. ആണോ? ആ എനിക്ക് ഫിറ്റിങ്ങേ അങ്ങോട്ട് പിടി കിട്ടുന്നില്ല. ഇങ്ങനത്തെ ഡ്രസ്സല്ലേ മാഡം, അതുള്ള കാരണം മൊത്തം ഒരു കൺഫ്യൂഷനാ. എനിക്ക് പിന്നെ കൺഫ്യൂഷൻ മാറ്റിയാ പോരെ? ഹലോ. വീഡിയോ കണ്ടില്ലേ? ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. എല്ലാ മാസവും എന്റെ അക്കൗണ്ടിലേക്ക് 10,000 രൂപ വെച്ച് വന്നിരിക്കണം. ഇല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്, തന്റെ ഗതി എന്താകുമെന്ന്. മാഡം, ഞാൻ എല്ലാ മാസവും 10,000 എവിടെ നിന്നുണ്ടാക്കാനാ? ഹാ, പിന്നെ തനിക്ക് എത്ര തരാൻ പറ്റും? ആ മാഡം, ഞാൻ മാഡത്തിന് വേണ്ടി ലൈഫ് ടൈം മുഴുവനായിട്ടും ഫ്രീ ആയിട്ട് തച്ചേരാം. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. എല്ലാ മാസവും എന്റെ അക്കൗണ്ടിലേക്ക് കുറഞ്ഞത് 5,000 രൂപയെങ്കിലും വന്നിരിക്കണം. പിന്നെ ഞാൻ വിളിക്കുമ്പോഴൊക്കെ നീ വരികയും വേണം. ശരി മാഡം, അതെനിക്ക് ഓക്കെയാണ്. ആ പിന്നെ മാഡം, വീഡിയോ പുറത്ത് വിടരുത് മാഡം, എന്റെ കല്യാണം ഉറപ്പിച്ച് വെച്ചേക്കോ. എന്തുവാ ജൂലി, 5,000 രൂപയോ? 25,000 രൂപ വാങ്ങണ്ടേ? അതെ എന്റെ ചേടത്തി, പൊന്മുട്ടയിടുന്ന താറാവിനെയാ കൈ കിട്ടിയിരിക്കുന്നെ. ആലോചിച്ച് നോക്കിയേ, എല്ലാ മാസവും അയാൾ 5,000 വെച്ച് തരുവാണെങ്കിൽ ഒരു വർഷത്തേക്ക് അത് എത്ര രൂപയാകുമെന്ന്? അപ്പോ 10 വർഷത്തേക്കോ? ഇത്ര പെട്ടെന്നിട്ടോ? ഇന്ന് എന്തായാലും പാർട്ടി വേണം. എന്റെ ഏടത്തി, ഇതെല്ലാം ഏട്ടത്തി കാരണമല്ലേ? എന്റെ ജൂലി, എന്നെ നാണം കെടുത്തായിരുന്നാ മതി. എന്റെ ഏട്ടത്തി എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? ഞാൻ ഏട്ടത്തിയുടെ കൂടെ ഇല്ലേ, ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതുപോലെ നീ ഒന്ന് ചുമ്മാ ഇരുന്നേ. എന്തു പറ്റി? ഒന്നുമില്ല, നീ ഒന്ന് അങ്ങോട്ട് മാറിക്കേ. എന്താ ഉണ്ടായെന്ന് പറ. എന്തുണ്ടായെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പ്രമോഷന് സന്തോഷിക്കണോ അതോ വിഷമിക്കണോന്ന്? നിങ്ങൾക്ക് പ്രമോഷൻ കിട്ടിയോ? കിട്ടി. ഇനി നീ ഡെയിലി പുറത്തു പോയിട്ട് പുതിയ പുതിയ പയ്യന്മാരുടെ കൂടെ പരിപാടിയാണ്. നിങ്ങൾ ഇതെന്തൊക്കെയായി പറയുന്നേ? എന്ത് സത്യമല്ലേ? എങ്കിലൊരു കാര്യം പറഞ്ഞേ, കഴിഞ്ഞ 8 വർഷമായിട്ട് നിങ്ങൾക്ക് കിട്ടാതിരുന്ന പ്രമോഷൻ ഞാനന്ന് പാർട്ടി പോയപ്പോ എങ്ങനെയാ കിട്ടിയത്? എന്നുവെച്ചാ നിങ്ങൾ ഫിറ്റ് ആയിരുന്നില്ലേ? നിങ്ങളുടെ ആ മാനേജറില്ലേ, അയാൾ എന്നെ പറ്റിപ്പിടിച്ച് നിൽക്കായിരുന്നു. എനിക്ക് അയാളെ തടയാൻ പറ്റില്ലെന്ന് തോന്നിയപ്പോ ഞാൻ അയാളോട് നിങ്ങൾക്ക് പ്രമോഷൻ വേണമെന്ന് പറഞ്ഞു. പ്രമോഷൻ വേണമെന്ന് പറഞ്ഞു നീ. എനിക്ക് പ്രമോഷൻ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ പ്രമോഷന് പകരം നിന്നെ കൊടുക്കാന്നുള്ളത് ഞാൻ ഒരിക്കലും ചെയ്യില്ലായിരുന്നു. അതെനിക്കറിയാം, പക്ഷേ ഞാനിതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയാ ചെയ്ത്. പോരാത്തന്നെ ജൂലിയെ കെട്ടിച്ചയക്കണ്ടേ? ആ ശരിയാണ്, ജൂലിയുടെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്താൻ പറ്റുമോ അത്രയും പെട്ടെന്ന് നടത്തണം. എന്താ, എന്തു പറ്റി? ദേ നോക്ക്,
ഞാൻ കാണിച്ചു തരാം എന്താ പറ്റിയെന്നുള്ളത്. കാണു. നിങ്ങൾക്ക് ഈ വീഡിയോ എവിടുന്നാ കിട്ടിയേ? ഈ വീഡിയോയിൽ കാണുന്ന ആള് ഓഫീസിൽ വന്നിരുന്നു. എന്നിട്ട് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ തുടങ്ങി. ഈ വീഡിയോ വൈറലാക്കുമെന്ന് പറഞ്ഞു. ഞാൻ 10,000 രൂപ എല്ലാ മാസം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അയാൾ ഒതുങ്ങിയത്. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, ഇതിനൊരു ഐഡിയ എന്റെ കയ്യിലുണ്ട്. ശരിക്കും വെയിറ്റ്. ചിലപ്പോ ജോലി വരും. ആ വാതിലം അടച്ചേക്ക്. ആ വരുന്ന വരട്ടെ, അവളിപ്പോ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. തങ്കഭസ്മ കുറിയിട്ട തമ്പുരാട്ടി നിന്റെ തിങ്കളാഴ്ച നോയമ്പെന്ന് മുടക്കും. വൈകിട്ട് നേരത്തെ വരണം, സിനിമ കാണാൻ പോകാനുള്ളതാ. ഓക്കെ, അവിടുത്തെ ആജ്ഞ പോലെ. പപ്പുചേട്ടാ, ഇന്ന് പപ്പുചേട്ടന്റെ 2 കൈയും ബിസിയാണല്ലോ. അതെ. അല്ല, ഇന്നിപ്പോ ഇത്ര തിരക്കെന്തിനാ? നമ്മുടെ സമയം ആകുന്നതല്ലേ ഉള്ളൂ. അതൊക്കെ ശരിയാണ്. എന്നാലും ആ വീഡിയോ ഇല്ലേ, അത് നിങ്ങള് വേറെ ആരെയൊക്കെയാ കാണിച്ചേ? വീഡിയോ? ഏത് വീഡിയോ? പറയുന്നേ വേറെ ആരെയൊക്കെയാ ഞാൻ ആരെയും കാണിച്ചിട്ടില്ല. ആരെയും കാണിച്ചിട്ടില്ലെന്നേ. ഞാൻ ആരെ കാണിക്കാനാ? അപ്പൊ ചേട്ടൻ ആ വീഡിയോ എവിടുന്നാ കിട്ടിയേ? കഴിവേറി. 2 പേരും കൂടെ കിടന്നിട്ട് ഞങ്ങളെ തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യായിരുന്നല്ലേ? ഇല്ലല്ലോ ചേച്ചി. അല്ലെങ്കിലും ഇനി ഇവനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അല്ലേ ചേച്ചി? അല്ലെങ്കിൽ പിന്നെ ഇവനെ ഇങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ നമുക്ക്? ഇവനെ ഇനി ഇങ്ങനൊന്നും ചെയ്യാൻ നമ്മൾ സമ്മതിക്കരുത്. അയ്യോ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. അയ്യോ